ഹായ്. വലിയ സ്റ്റാർ കാസ്റ്റുകളൊന്നും ഇല്ലാതെ ഒരു കുഞ്ഞു സിനിമ, അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ കുറേ സിനിമകൾ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിലേക്ക് പുതിയൊരു സിനിമ കൂടി എത്തുകയാണ് വിശേഷം. സൂരജ് ടോം സംവിധാനം ചെയ്ത് ഗാനരചയിതാവും സംഗീത സംവിധായകനും ഒക്കെ ആയ ആനന്ദ് മധുസൂദൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിന്നു ചാന്ദിനി പ്രധാന നായികയായി എത്തുന്ന പുതിയ സിനിമ വിശേഷം. അതായത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ആവശ്യമില്ലാതെ ഒരു സൊസൈറ്റിയുടെ ഇടപെടൽ, അല്ലെങ്കിൽ സൊസൈറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം എന്നുള്ളൊരു ഫീല് മനുഷ്യനുള്ള കാലം തൊട്ടേ ഉള്ളതാണ് എന്ന് തോന്നുന്നു. നമ്മൾ കുറേ ആൾക്കാരെ ബോധിപ്പിക്കാനുണ്ട്, എന്തൊക്കെയോ കാണിക്കാനുണ്ട്. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബം ജീവിച്ചു പോകുന്നത്. അങ്ങനെയൊക്കെ പറയുന്ന, ഇതിൻ്റെ ഇടയിൽ പെട്ടു പോകുന്ന ജീവിതങ്ങൾ, ഇവരുടെ ഇമോഷൻസ്, ഇവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു കുഞ്ഞു സിനിമ, ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലിക്കൊക്കെ ഭയങ്കര സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു സിനിമ. അതാണ് വിശേഷം. പ്രധാനമായിട്ട് എത്തുന്നത് ആനന്ദ് മധുസൂദനും ചിന്നു ചാന്ദിനിയാണ്. കൂടെ അൽതാഫ് സലീം ഉണ്ട്, ബൈജു ജോൺസൺ ഉണ്ട്, പി കുഞ്ഞികൃഷ്ണൻ ഉണ്ട്. അങ്ങനെ മാല പാർവതി ഉണ്ട്, ജോണി ആന്റണി ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ആക്ടേഴ്സ് ഒക്കെ എത്തുന്ന ഒരു സിനിമ. അതായത് കുടുംബ ബന്ധം, ഇപ്പം ഡിവോഴ്സിന് ശേഷം ഇപ്പൊ രണ്ടാമത് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്ന രണ്ടുപേർ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും, അതിനുശേഷം ഒരു കുട്ടി, ആ വാക്കിൽ തന്നെയുണ്ട് വിശേഷം ഒന്നും ആയില്ല മോളെ എന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ കേൾക്കേണ്ടി വരുന്ന, പിറ്റേന്ന് വരെ കേൾക്കണം എന്ന് സർക്കാസായിട്ട് നമ്മളിപ്പോ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ കേൾക്കേണ്ടി വരുന്ന ഒരു ഭാര്യയും ഭർത്താവും, ഇവരുടെ ലൈഫിൽ ഈ ചോദ്യങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ. ആനന്ദ് മധുസൂദൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടികളില്ലാത്തവര് രാവിലെ എണീച്ചെന്നും അയ്യോ കുട്ടിയില്ലല്ലോ അങ്ങനെ പറഞ്ഞ് ജീവിക്കുന്നവരല്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ചെയ്യാനുണ്ട്. പക്ഷെ ഈ സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകളും ഒരേ ചോദ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം വെറുപ്പിക്കലും, ഇതൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് വരികയും പിന്നീട് ഇത് കാരണം ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളും, അതാണ് ഈ സിനിമ പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ അടിപൊളിയായിട്ടുള്ള ബേസ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തിരക്കഥയാണ്. ആനന്ദ് മധുസൂദൻ തന്നെയാണ് ഇതിന്റെ തിരക്കഥ. അത് ഭയങ്കര രസമാണ്. തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതുന്നത് മുൻപ് ബാലേന്ദ്ര മേനോനാണെന്ന് തോന്നുന്നു. ഇതേപോലെ വന്നിട്ട് ആക്ടർ കൂടി ആവുക, അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത് ബാലേന്ദ്ര മേനോനെയൊക്കെയാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത്. അതേപോലെയാണ് ആനന്ദ് മധുസൂദൻ എത്തുന്നുള്ളത്. പുള്ളിയുടെ ക്യാരക്ടർ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നറിയോ. അതായത് സ്നേഹം തോന്നും നമുക്ക്, അതേ സമയത്ത് വിഷമം തോന്നും പുള്ളിയുടെ അവസ്ഥയിൽ. അതിനൊപ്പം തന്നെ എത്തിയിട്ടുണ്ട് ചിന്നു ചാന്ദിനിയുടെ ക്യാരക്ടർ അമേസിങ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോ ഇമോഷൻസ് കൊടുക്കുന്നതും, ഇവർ രണ്ടുപേരുടെയും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരിച്ച് ഇവർ പൂർത്തിയാക്കിയ ഒരു സിനിമ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവര് ചെറിയൊരു ഇമോഷന് പോലും കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്, ഒരു നോട്ടത്തിന്, ആ നോട്ടത്തിലുള്ള ഒരു സ്നേഹം, അതിനൊക്കെ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ നോട്ടത്തിന് വരെ അതിൽ പ്രധാന ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ കുട്ടികളില്ലാതെ ആയി പോകുന്നവർക്ക് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ, ഈ സമൂഹത്തിന്റെ കുറെ ഡോക്ടറെ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറെ കാണേണ്ടി വരികയും, പിന്നെ അതിന് പുറകെ ഉണ്ടാവുന്ന നൂലാമാലകൾ കുറേയും, ഈ ഡോക്ടേഴ്സ് തമ്മിലുള്ള ഈ കുട്ടികൾ ഉണ്ടാക്കുന്നതിനുള്ള കുറെ സൊല്യൂഷൻസ്, അതിന്റെ ചെലവുകൾ, കാര്യങ്ങൾ, അങ്ങനെ സൊസൈറ്റിനെ മൊത്തം ഒരു സർക്കാസ്റ്റിക് ലെവലിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു ഫാമിലിന്റെ മാത്രം കാര്യമാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിലേക്ക് സൊസൈറ്റിയുടെ ഈ ഇന്ററപ്റ്റ് ചെയ്തിട്ട് കയറുന്ന ഒരു കാര്യത്തെ ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മുടെ ഒരു സർക്കാസം മൂഡിലൊക്കെ ഇഷ്ടപ്പെട്ടു പോകും നമ്മള്. നമുക്കിത് സംഭവിച്ചാലും ഇത് ഇത്രയേ ഉള്ളൂ, അല്ലാതെ ഇതിനപ്പുറത്തേക്ക് വലുതൊന്നും ചെയ്യാനില്ല, ആൾക്കാരുടെ ചോദ്യങ്ങളാണ് നമ്മളെ ഇതാക്കുന്നതെന്നുള്ളൊരു തോന്നിപ്പിക്കുന്നത്. മ്യൂസിക് ചെയ്തിട്ടുള്ളതും ആനന്ദ് തന്നെയാണ്. നന്നായിട്ടുണ്ട് ട്ടോ. ഇത് ഓൾറെഡി മ്യൂസിക്കൊക്കെ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുള്ളതും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കറക്റ്റ് പ്ലേസ്മെന്റ് ആണ്. ഇമോഷൻസ് വരുന്ന സമയത്ത് നമുക്ക് അതിനൊപ്പം സഞ്ചരിക്കാവുന്ന ഇമോഷൻസ് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാമിലി ബേസ്ഡ് ചിത്രമാണ്. എല്ലാ പ്രായക്കാർക്കും എല്ലാ തരത്തിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന, ഒരു ഞായറാഴ്ചയൊക്കെ പോയി ഒരു വീക്കെൻഡ് ഡേയ്സിലൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് ഇരുന്നിട്ട് നന്നായിട്ട് മനസ്സ് നിറഞ്ഞു കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കാണണം. ഇതിന്റെ ഏത് തരത്തിലെടുത്താലും, ഇതൊരു കോമഡി ടൈപ്പ് ആണോന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്, ഫാമിലി ഓറിയന്റഡ് ആണ്, എല്ലാം കൊണ്ട് അങ്ങനെയാണ്. ഫൈറ്റ് സാധനങ്ങളൊന്നുമില്ല. ഒരു നോർമൽ സിനിമ, ഒരു കുഞ്ഞു സിനിമ, അടിപൊളിയായിട്ട് പോകുന്ന ഒരു സിനിമ, സ്നേഹം തോന്നുന്ന സിനിമ, അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് പോയി വിശേഷം കണ്ടോളൂ. ഇപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ